വീണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രകൃതി ശക്തികളെക്കുറിച്ച് ചില വചനങ്ങളും കൂടെ കാണാം. 148:4 സങ്കീർത്തനങ്ങൾ. സ്വർഗാതിസ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവും ആയുള്ളോവേ അവനെ വാഴ്ത്തുവേ. ആകാശത്തിന് മുകളിൽ വെള്ളമുണ്ടോ? സയൻസ് സമ്മതിക്കുമെന്ന് എനിക്ക് വേണ്ടത്ര അറിവില്ല. പക്ഷെ നോഹയുടെ കാലത്ത് വെള്ളം പൊങ്ങാൻ കാരണം ആകാശത്തിൻ്റെ കിളിവാതിലുകളും കൂടെ തുറന്നതുകൊണ്ടാണ്. നമുക്കറിയാത്ത ഒത്തിരി അത്ഭുത രഹസ്യങ്ങൾ പ്രപഞ്ചത്തിൽ മറഞ്ഞു കിടപ്പുണ്ട്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കടലിൽ നിന്ന് വെള്ളം നീരാവിയായി ചെന്നിട്ടാണ് മഴ പെയ്യുന്നതെന്നാണ്. പക്ഷെ വെള്ളത്തിൻ്റെ ഒരു ഭണ്ഡാരം, ഒരു സംഭരണി മുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഒരാവശ്യം വന്നാൽ തുറന്നു വിടാൻ. അങ്ങനെയാണല്ലോ നിയമം കിടക്കുന്നത്. മുകളിൽ താഴോട്ടല്ലേ ഒഴുകത്തുള്ളൂ. സ്വർഗാതിസ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവുമായുള്ളവേ ദൈവത്തെ സ്തുതിക്കുകയും. അതിനൊരു കാരണം പറയുകയാണ്. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. എന്താണ് അതിൻ്റെ കാരണം? കൽപ്പിച്ചിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാപ്തി കൊണ്ടല്ല, അവൻ കൽപ്പിച്ചിട്ടാണ്. നിങ്ങൾക്ക് ദൈവവചനത്തിൽ വിശ്വാസമുണ്ടല്ലോ. 100 വയസ്സുള്ള അബ്രഹാമിനോട് പറയുകയാണ്, അടുത്ത ആണ്ടിൽ ഈ സമയത്ത് നിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നീക്കും. അതാരുടെ കഴിവാണ്? സാറ ചിരിച്ചു, അബ്രഹാം കവന്ന് വീട് ചിരിച്ചു. അതിൻ്റെ കാരണം എന്നാന്ന് പക്വതയുള്ള പ്രായമുള്ളവർക്കറിയാം. കാരണം എല്ലാറ്റിനും ഒരു പ്രായം. നൂറ് വയസ്സിലും 90 വയസ്സിലുള്ള ദമ്പതിമാരോട് പറയുക, അടുത്ത വർഷം നിന്റെ ഭാര്യ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങ് നാണോ ചിരി. മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത കാര്യമൊക്കെയാണ് പറയുന്നത്. ദൂതൻ്റെ മറുപടി കേൾക്കണോ? യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാനൊരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക, യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അപ്പം ഞാൻ ഇന്ന് ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രോജക്റ്റിൽപ്പെട്ടതായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. കൽപ്പിച്ചിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നതിനാൽ അവർ ദൈവത്തെ സ്തുതിക്കണം. 6-ാമത്തെ വാക്യം പറയുന്നത്, അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി, ലംഘിക്കരുതാത്തൊരു നിയമം വെച്ചുമിരിക്കുന്നു. അനുസരണത്തിലൂടെ സ്തുതിക്കണമെന്നാണ് ഇന്നത്തെ ചിന്താവിഷയത്തിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കും. ആകാശത്തിന് മീതെയുള്ള വെള്ളത്തോടും ആകാശത്തട്ടുകളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അനങ്ങി പോകരുത്, അല്ലെങ്കിൽ അത് മുഴുവൻ ഇങ്ങോട്ട് വരികയല്ലേ. അപ്പം ലംഘിക്കരുതാത്ത നിയമം ആകാശത്തിനും വെച്ചിട്ടുണ്ട്, കടലിനും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചിലതിനെ ദൈവം തടഞ്ഞ് നിർത്തിയിട്ടാണ് നിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ദൈവമേ, നീ എത്ര വലിയവനാണ്, നീ എത്ര ഉന്നതനാണ്, എൻ ദൈവമേ നീ എത്ര ഉന്നതൻ എന്നൊരു പഴയ ഗാനമുണ്ട്. ഹൗ ഗ്രേറ്റ് ദൗ ആർ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ 1000 കാരണങ്ങളുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.